ദൈവത്തിൻ്റെ ദാനമെന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് തരുകയും ചെയ്യുമായിരുന്നു. ഈ ഒരു വചനം അവളുടെ ആത്മാവിലേക്ക് പ്രവേശിച്ചോ ഇല്ലയോ? പ്രവേശിച്ചു. ഉടനെ വെള്ളം വീഞ്ഞാവാൻ തുടങ്ങി അവിടെ. അവളുടെ അത് കഴിഞ്ഞിട്ടുള്ള സെല്യൂട്ടേഷൻ നോക്കിയേ, പ്രഭു. കണ്ടോ? അത് കഴിഞ്ഞ ഉടനെ അവളുടെ കുറച്ചു മുമ്പ് ഞാനും നീയായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ ആ ആള്, പ്രഭു അങ്ങ് എവിടെ നിന്നാ വെള്ളം തരാ? അങ്ങയുടെ കയ്യിൽ പാളയുമില്ല, കയറുമില്ല, കിണറോ? കാരണം അവള് സാധാരണ ഒരു കൺട്രി പെണ്ണിൻ്റെ മാതിരി, സാധാരണ പെണ്ണിൻ്റെ മാതിരി അവൾ സംസാരിക്കണം. യേശു ഹൈ ലെവലിൽ യേശു സംസാരിക്കും. യേശു പറയുന്ന വെള്ളം എന്താണെന്നും ഇവൾക്ക് മനസ്സിലാവണില്ല. പക്ഷെ ഇവൾക്ക് അറിയാവുന്ന രീതിയിൽ, പക്ഷേ ഈശോയോട് ഉള്ള ഇവളുടെ സമീപനം കംപ്ലീറ്റ് മാറി. അവസാനം അടുത്ത ഈശോ പറഞ്ഞു, നീ കുടിക്കുന്ന വെള്ളം കുടിക്കുകയാണെങ്കിൽ നീ വീണ്ടും ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുകയാണെങ്കിൽ നീ ദാഹിക്കുകയില്ല. എന്നാൽ ആ വെള്ളം എനിക്ക് തരൂ. കണ്ടോ? ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ അവൾ പറഞ്ഞു, യഹൂദരും സമരിയാക്കാരും തമ്മിൽ വെള്ളം പോലും കുടിക്കില്ല എന്ന് പറഞ്ഞ അവളിൽ ആ മനസ്സ്, ആ ബോധ്യം, ആ ഹൃദയം പരിവർത്തനമായോ? ഇപ്പോൾ ഇത് അവൾ വല്ലതും ചെയ്തിട്ടാണോ? യേശുവിൻ്റെ ദൈവീക പദ്ധതി അനുസരിച്ച് ഇതിനാണ് മനുഷ്യപുത്രൻ വന്നത്. ഈ ജലവും ആത്മാവും വചനവും പരിശുദ്ധാത്മാവും അവളിലേക്ക് ഒഴുകിയപ്പോൾ അവളിൽ രൂപാന്തരീകരണമുണ്ടായി. പടിപടിയായിട്ട് അവളുടെ ആത്മാവ് മിശിഹായെക്കുറിച്ചുള്ള അറിവിലേക്ക് ഉയർന്നു. അവസാനം അവൾ ചോദിക്കുകയാണ്, അപ്പോൾ ഈശോ പറഞ്ഞു, നിനക്ക് തരാം, നീ നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയോ? അപ്പോഴാണ് അവളൊന്ന് ഞെട്ടിപ്പോയി, എനിക്ക് ഭർത്താവില്ല. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, നീ പറഞ്ഞത് ശരിയാണ്. കണ്ട, വളരെ സൗമ്യമായിട്ടാണ്, ഒരു വഴക്കും പറയുന്നില്ല അവളെ. നീ പറഞ്ഞത് ശരിയാ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോഴുള്ളവൻ നിന്റെ. ഇവളാകെ ഞെട്ടിപ്പോയി. കാരണം ഇവളുടെ ബയോഗ്രഫി ഏറ്റവും ഷോർട്ട് ബയോഗ്രഫി എന്ന് ഞാനിതിന് പറയാം. ഒറ്റ സെൻറ്റൻസിൽ ഒരാളുടെ ബയോഗ്രഫി പറഞ്ഞു, ഒറ്റ സെൻറ്റൻസ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ നിന്റെ. പക്ഷെ ഇവളുടെ ഉള്ളിൽ ഉടനെ വരുന്നൊരാശയം എന്താണെന്നറിയാമോ? അങ്ങൊരു പ്രവാചകനാണല്ലോ. കാരണം ഈ രഹസ്യങ്ങളോ ഇവരുടെ ഹിസ്റ്ററി മുഴുവനും ആ നാട്ടിൽ ആർക്കും അറിയില്ല എന്ന് വിചാരിച്ചോ? ഈ യഹൂദന് ഇതെങ്ങനെ അറിയാം? ഉടനെ അവൾ എലിവേറ്റഡായി. അവളുടെ മനസ്സ് എലിവേറ്റഡായി. ഈ സാഹചര്യമെല്ലാം വിട്ടു. ഈ വെള്ളത്തിൻ്റെ, ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ ടോപ്പിക്ക് കഴിഞ്ഞു, ടോപ്പിക്ക് തന്നെ കംപ്ലീറ്റ് മാറി. അങ്ങൊരു പ്രവാചകനാണല്ലോ. ഞങ്ങളുടെ ആളുകൾ പറയുന്നു ദൈവം ആ മലമുകളിലാണ്, നിങ്ങളുടെ ആളുകൾ പറയുന്നു ദൈവം ആരാധിക്കുന്നത് ജെറുസലേമിലാണ്. എവിടെയാണ് യഥാർത്ഥ ആരാധനാ സ്ഥലം? കണ്ടോ? ഈശോ അവളുടെ ആത്മാവിനെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരികയാണ്, ഇങ്ങനെ സ്ക്രൂ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരികയാണ്, പൊക്കി. ഈശോ എന്നിട്ട് പറയാണ്, സ്ത്രീയെ എന്നെ വിശ്വസിക്കുക എന്ന് പറഞ്ഞ എല്ലാവരും, സ്ത്രീയെ എന്നെ വിശ്വസിക്കുക. അതല്ലേ എത്ര? 21 കറക്റ്റ്. അപ്പം അത് അവിടെ ഞാൻ പ്രത്യേകിച്ച് നോക്കിയത്, എന്നെ എന്നാ പറഞ്ഞത്, എന്നിൽ നിന്നല്ല പറഞ്ഞത്. അതൊക്കെ ഭയങ്കര. സ്ത്രീയെ എന്നെ വിശ്വസിക്കുക.
അതാണ് ഇതിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ്. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യം, വീണ്ടും ട്രൂത്ത്, സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നു. ഇതെല്ലാം പറയുമ്പോൾ ഇതങ്ങനെ തന്നെ അവളുടെ ആത്മാവിലേക്ക് ഈശോ അങ്ങ് കൊടുക്കുകയാണ്. സ്ത്രീയെ എന്നെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം അവൾക്ക് കൊടുക്കുകയാണ്. അവൾ പിന്നെ പറയാണേ, മിശിഹ വരും എന്ന് ഞങ്ങൾക്കറിയാം. കണ്ടോ, മിശിഹായെക്കുറിച്ചുള്ള ഒരു എക്സ്പെക്റ്റൻ, ഒരു പ്രതീക്ഷ നിറഞ്ഞ ഒരു വിശ്വാസത്തിലേക്ക് അവളെ നിറച്ചു. ആര്? യഹൂദയല്ല. അപ്പോഴാണ് ഈശോ പറയുന്നത്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. ഇവളെ അന്തം വിട്ടുപോയി. മൈ ഗുഡ്നസ്. ഒരുപക്ഷെ അവളവിടെ താണു വണങ്ങി ആ മുഖാമുഖം കണ്ടു. അപ്പോൾ അവിടെ 1-ാം അധ്യായത്തിൽ അന്ത്രയോസും യോഹന്നാനും കണ്ട പോലെ വേറെ ഒരു കമ്മൻസി. അവർ ഭയങ്കരമായിട്ട് പ്രിപ്പയറൊക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇത് യാതൊരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് ഒരു കിണറ്റിൻകരയിൽ വെച്ചു. അവൾ പുതിയ സൃഷ്ടിയായോ? ആയോ? സാധാരണ നട്ടുച്ചയ്ക്ക് ആരും വെള്ളം പിടിക്കാൻ പോകാറില്ല. ഒന്നുകിൽ ഒട്ടും വെള്ളം വീട്ടിലില്ല, ഇപ്പം ഉച്ചയ്ക്ക് അരി വെക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണം. അത്രയ്ക്ക് അർജൻ്റ് ആയതുകൊണ്ടായിരിക്കാം അവൾ ഉച്ചയ്ക്ക് വെള്ളം പിടിക്കാൻ വന്നത്. പക്ഷേ മിശിഹായെ കണ്ടതോടെ, അവളുള്ള വെള്ളം വീഞ്ഞായതോടെ, അവളൊരു പുതിയ സൃഷ്ടിയായതോടെ അവൾ ഈ വെള്ളം കോരുന്നതെല്ലാം മറന്ന് ഉടനെ യേശു അവിടെ ഇരുത്തിയിട്ട് അവൾ അർജൻ്റായിട്ട് സമരിയ പട്ടണത്തിലേക്ക് ഓടുകയാണ് ചെയ്തത്. ഇത് വെള്ളം വീഞ്ഞായാൽ പിന്നെ ഉണ്ടാകുന്ന അവസ്ഥയാണത്. വീഞ്ഞായി കഴിഞ്ഞാൽ പിന്നെ വീര്യമായി കഴിഞ്ഞാൽ പിന്നെ വെറുതെ നിൽക്കാൻ പറ്റില്ല. അതാണ്. അപ്പോൾ 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം, 4-ാം അധ്യായം എല്ലാത്തിൻ്റെയും അണ്ടർലൈൻഡ് തീം ഈസ് സെയിം, ഇല്ലേ? പുതിയ സൃഷ്ടിയാവുക, വെള്ളം വീഞ്ഞാകുക. ഇനി 5-ാം അധ്യായത്തിൽ നോക്കിയേ. 5-ാം അധ്യായത്തിൽ 38 വർഷമായി ബെത്സദ കുളത്തിൻകരയിൽ കിടക്കുന്ന ഒരാൾ. എനിക്ക് അതിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. 38 വർഷമായിട്ട് ഒരു കിടപ്പ് രോഗിയായിട്ട് ആ കുളത്തിൻ്റെ അടുക്ക കിടക്കുകയായിരുന്നുവെന്നും അയാളെ സഹായിക്കാൻ ഒരു നിയമം ഉണ്ടായില്ല എന്നുള്ളത്. അയാളെ സഹായിക്കാൻ നിയമം ഉണ്ടായില്ല. അയാളെ സഹായിക്കാൻ സന്മനസ്സുള്ള ഒരു മനുഷ്യനുണ്ടായില്ല. ഇതാണ് വാസ്തവത്തിൽ നിയമത്തിൻ്റെ ബ്ലൈൻഡ്നെസ് ഓഫ് ദ ലോ. ബ്ലൈൻഡ്നെസ് ഓഫ് ദ ലോ. ബ്ലൈൻഡ്നെസ് ഓഫ് ദ ലോ. അവിടേക്ക് യേശു കടന്നു വരികയാണ്. അന്ന് ഒരു സാബത്ത് ദിവസം. നീ സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ അവൻ കംപ്ലൈൻറ്റേ ഉള്ളൂ. അവന് എന്നെ ആരും സഹായിക്കുന്നില്ല. കാരണം അവന് വെള്ളത്തിൽ അവൻ ചാടണമെങ്കിൽ കിടപ്പ് രോഗി ആരെങ്കിലും എടുത്തിട്ടുണ്ടേ. കുളത്തിൻ്റെ പ്രത്യേകത എന്താ? വെള്ളം ചലിക്കുന്ന സമയത്ത് കയ്യുകൊള്ളവൻ ചാടും. അയൽവാസിയോ മറ്റൊരുവനെ സഹായിക്കാൻ അവരാരും നോക്കില്ല. ഓക്കെ, നമ്മളുടെ തീം ഇതാണ്. അവൻ പുതിയ സൃഷ്ടിയായോ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? കുളത്തിലെ വെള്ളമല്ല അവനെ സുഖപ്പെടുത്തുന്നത്, ജീവജലമാകുന്ന വെള്ളം അവൻ്റെ അടുത്തേക്ക് നടന്നു ചെന്ന് അവനെ സത്ത മാറ്റി പുതിയ സൃഷ്ടിയാക്കുകയാണ്. ഇപ്പോൾ ഞാനിതിൻ്റെ അനിമേഷൻ ഫിലിം ഉണ്ടാക്കിയിരിക്കുമ്പോൾ ഈ 3 ചാപ്റ്ററിനെ ഒന്നിച്ച് ഉണ്ടാക്കിയേക്കണത്. 3 ചാപ്റ്ററിനെ ഒന്നിച്ചാണ് കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിക്കോദേമോസ്
പിന്നീട് ഇവർ രണ്ടുപേരെയും ഈ രണ്ട് ഭാഗത്തും വരുന്നുണ്ട്. നിക്കോദേമോസ് ചോദിച്ചു, ഈ പ്രായമായ ആൾ എങ്ങനെയാണ് പുതിയ സൃഷ്ടി ആവണം എന്ന് പറയട്ടെ എന്ന് നിക്കോദേമോസ് ചോദിച്ചു. ആ നിക്കോദേമോസ് ഈ 38 വയസ്സായിട്ട് ഇവിടെ കിടന്ന ആള് സൗഖ്യം കിട്ടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഉണ്ടാകാമല്ലോ, അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിക്കോദേമോസ് ആത്മഗതമായിട്ട് പറയാണ്, ആഹാ, ഇങ്ങനെയാണ് പ്രായമായ ആള് പുതിയ സൃഷ്ടി ആകണേ. മനസ്സിലായോ? അപ്പോൾ ഈ ബത്സേദ കുളത്തിൽ കിടന്ന ആള് പുതിയ സൃഷ്ടിയായോ? 6-ാം അധ്യായത്തിൽ എന്നിട്ട് ഇനി പറയുന്നത് എന്താ? ഈ പുതിയ സൃഷ്ടിയാകുന്നതിൻ്റെ സാക്രമെൻ്റൽ സ്പിരിറ്റ് എങ്ങനെയാണ് ഇത് എന്നുള്ളതിൻ്റെ കൗദാശികതയാണ് പറയുന്നത്. കൗദാശികത, അതാണ് ജീവൻ്റെ അപ്പം. ഈ പുതിയ സൃഷ്ടിയാകുന്നത് ജീവൻ്റെ അപ്പത്തിലൂടെയും 6-ാം അധ്യായം, ജീവൻ്റെ ജലത്തിലൂടെയും 7-ാം അധ്യായം. ഞാൻ ലോകത്തിന് ജീവൻ നൽകുന്ന അപ്പമാകും. ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം 6:51 എടുക്കാം. ഒരുപാട് സ്ഥലത്തിനകത്ത് പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. അപ്പോൾ ഈ പുതിയ സൃഷ്ടി ആവുന്നതിന് ആവശ്യമായ ഏതാനും കണ്ടീഷനുകൾ അല്ലെങ്കിൽ ഏതാനും പോയിൻറ്റ്സാണ്. അതിൽ 6:29 പറയുന്ന ഇതാണ്, എന്താണ് ദൈവഹിതം ആയിരിക്കുന്ന ഒരു പ്രവൃത്തി? എന്നെ അയച്ചവനിൽ വിശ്വസിക്കുക. അയച്ചവനിൽ വിശ്വസിക്കുക, ദൈവഹിതമനുസരിച്ചുള്ള ഒരു പ്രവൃത്തി. ഈ വിശ്വസിക്കുക എന്നുള്ളതാണ് പ്രവൃത്തി. ആ വിശ്വാസം പകരാൻ വേണ്ടിയാണ് യേശു വന്നത്. യേശുവിൻ്റെ വരവിലൂടെയാണ് ഈ വിശ്വാസം പകർന്നത്. വിശ്വാസം ആർക്കും ഉണ്ടായിരുന്നില്ല. സമരിയാക്കാരിക്ക് വിശ്വാസം ഉണ്ടായിരുന്നോ? പക്ഷേ യേശു അവൾക്ക് വിശ്വാസം പകർന്നു. ഈ കുളത്തുകരയിൽ കിടന്നവന് വിശ്വാസം ഉണ്ടായിരുന്നോ? ഈശോ അവന് വിശ്വാസം പകർന്നു. അപ്പോൾ വിശ്വാസം പകർന്നാൽ ആ വിശ്വാസത്തിലൂടെ ആ വ്യക്തി പുതിയ സൃഷ്ടിയാവും. പിന്നെ അവൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം അതുപോലെ മാറിക്കോളും, അതുപോലെ മാറും. ഇതാണ് യഥാർത്ഥ കർത്താവ് കൊണ്ടുവന്ന ദൈവരാജ്യ കേന്ദ്രീകൃതമായിട്ടുള്ള പ്രോഗ്രാം. പക്ഷേ അതിപ്പം നമ്മൾ മനസ്സിലാക്കി വരുന്നുള്ളൂ. ചിലപ്പോൾ ഇനിയും 1000-2000 വർഷം എടുക്കുമായിരിക്കും ഇത് മുഴുവൻ മനസ്സിലാക്കാൻ. എടുക്കുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം 2000 നമ്മളത് കളിയാക്കിയോ ഒരു താഴ്ന്ന രീതിയിലല്ല പറയണേ. ഈ ബൈബിള് നമ്മുടെ കയ്യിൽ കിട്ടിയത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? ഇതിൻ്റെ ഒരു സാധാരണ രീതി തന്നെയാണ് ഇത് പോകുന്നത്. ഒരു 50 വർഷം മുമ്പല്ലേ നമ്മുടെ വീടുകളിലൊക്കെ ബൈബിൾ വന്നിട്ടുള്ളൂ, ഇല്ലേ? ആരുടെയെങ്കിലും കുറ്റമാണോ? അപ്പോൾ 1950 വർഷം എടുത്തു ബൈബിള് നമ്മുടെ കയ്യിൽ കിട്ടാൻ. ഇനി ഇത് പഠിച്ച് പഴയ നിയമം വരെ ഇപ്പോൾ നമ്മളായിട്ടുള്ളൂ. ഇനി പുതിയ നിയമത്തിലേക്ക് വരണം. അതിന് എത്ര വർഷങ്ങൾ എടുക്കുമെന്ന് അറിയാമോ? നിരവധി വർഷങ്ങളെടുക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ ഇത്രയും 2000 വർഷമായി കേരള സഭയിൽ ബൈബിള് പഠിപ്പിക്കാനായിട്ടൊരു ബൈബിൾ കോളേജ് ഇനിയും ഉണ്ടാകാനിരിക്കുന്നു. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജാണിപ്പോഴും. ഞാൻ പറഞ്ഞു, ഞാൻ 25 വർഷമായിട്ട് എനിക്ക് ഫുൾ ടൈം എന്നോണം ഞാനിതിൽ മുഴുകിക്കിടക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താ? ഞാൻ കളിയാക്കി പറഞ്ഞതല്ല, അതിന് അതുപോലെ ഡെഡിക്കേഷൻ വേണം. ഞാൻ ആ ഡെഡിക്കേഷൻ ടൈമും എന്ന് പറയുമ്പോൾ പറയാണ്. ഞാൻ എപ്പോഴും ഓർക്കണ ഒരു ഉദാഹരണം ഇതാണ്. ഞാൻ എൻജിനീയർ ആയിരിക്കെ തന്നെ രാജസ്ഥാനിൽ ഒരു കമ്പനിയിൽ വലിയൊരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോയിരിക്കുകയാണ്. ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ ഞാൻ താമസിക്കുമ്പോൾ ഞാൻ 3 ബൈബിൾ കൊണ്ട് എപ്പോഴും പോകാറ്. ഒന്ന് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി.
ഊണ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ 3 ബൈബിളും നിർത്തി വച്ചിട്ട് 3 ബൈബിളും സമാന്തരമായിട്ട് പഠിക്കുകയാണ്. ഒരു വചനം ഇംഗ്ലീഷിൽ വായിക്കും, പിന്നെ അതേ വചനം മലയാളത്തിൽ വായിക്കും, പിന്നെ അതേ വചനം ഹിന്ദിയിൽ വായിച്ച് ഇങ്ങനെ പഠിക്കുകയാണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കേ സമയം പോയത് അറിഞ്ഞില്ല. മുട്ട് കേട്ടത് എന്തിനാ? ഈ രാവിലെ 6 മണിക്ക് ചായ കൊണ്ടുവരും റൂം ബോയ്. അപ്പോൾ നമ്മൾ രാവിലെ 6 മണിയായി. എനിക്ക് അല്പമൊന്നും രാത്രി മുഴുവനും കടന്നു പോയത് ഞാൻ അറിഞ്ഞില്ല. ഒരു വിധത്തിൽ എനിക്കുണ്ടായ സന്തോഷം ഞാൻ അറിഞ്ഞില്ല. നമ്മൾ പഠിക്കാനിരുന്ന കാലത്തൊരു പുസ്തകം എടുക്കുമ്പോഴേക്കും ഉറക്കം വരുമായിരുന്നില്ലേ? ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, മറ്റൊരു ദിവസത്തിൽ പറഞ്ഞാൽ, അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇപ്പം ഈ ഹോളി സ്പിരിറ്റ് ഈ പുസ്തകം മുഴുവനും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ആസ്പദമാക്കി ഒരു പ്രബോധന പരമ്പര ഞാൻ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷാലോം TV-ക്ക് റിന്യൂവൽ ഫയർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ഒരു 10 എപ്പിസോഡ് മറ്റോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അവർക്ക് കൊടുക്കും. അവരത് ഇടുകയില്ലെന്ന് അറിഞ്ഞൂടാ, കാരണം ഇത് ഇത്തിരി കടിച്ചാൽ പൊട്ടാത്ത സാധനമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിനെ പഠന വിഷയമാക്കണം. ഇത് ചുമ്മാ വായിച്ചു പോയാൽ പോരാ. അപ്പോൾ 6-ാം അധ്യായത്തിൽ വളരെ പ്രധാന ഒരു കാര്യമാണ് പറയുന്നത്, ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി എന്താ. നമ്മളെപ്പോഴും പ്രവർത്തിച്ചാലാണ് കാര്യം നടക്കുള്ളൂ എന്നാണ് വിചാരിക്കണേ. ഞാൻ വീണ്ടും പറയുന്നതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഈ വചനമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രവൃത്തിയെ കോൺസെൻട്രേറ്റ് ചെയ്താൽ വിശ്വാസത്തിൽ വളരില്ല. എന്താ ഈശോ പറയണേ? എന്താണ് വിശ്വാസം? ഒരു പ്രവൃത്തിയാണെന്ന് നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഈശോ പറയാണ്, എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. ഇപ്പം നമ്മളിവിടെ അമ്മച്ചിമാരായിട്ട് കുറേ പേരുണ്ട്. നമ്മൾ അമ്മച്ചിമാർ ചെറുപ്പം മുതൽ പിള്ളേരെ വളർത്തുന്ന നേരത്ത് ഇത് വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ അവരെ എങ്ങനെയെങ്കിലും 1-ാം ക്ലാസ്സിൽ പോയി 2-ാം എങ്ങനെയെങ്കിലും പഠിച്ച് 4 പച്ച പിടിച്ച് അവരെന്തെങ്കിലും ഇത്തിരി നമ്മൾ ഈ ഒരു ട്രാക്കിൽ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തുണ്ടാവണു? അവർ 10-12 വയസ്സിലൊക്കെ ഭയങ്കര ഭക്തിയോടുകൂടി കുർബാന കൂടുന്നു. അപ്പോൾ ഇവൻ മിടുക്കനാവട്ടെ, ഇവൻ മിടുക്കനാണ്. അത് കഴിഞ്ഞ് അവൻ നാട് വിട്ടോടുകൂടി അവൻ്റെ ഫെയ്ത്തും കഴിച്ചു. വിശ്വാസത്തിൻ്റെ ഒരു സീഡ് അവനിലില്ല. അവന് നമ്മൾ ചൊല്ലിക്കൊടുക്കുന്ന പ്രാർത്ഥനകളൊക്കെ ചെല്ലണം, പള്ളിയിൽ പോകുന്നു, കുർബാനയ്ക്ക് കൂടുന്നു. സ്വർഗ്ഗരാജ്യത്തിൽ വിശ്വാസം കർത്താവ് നമ്മൾ ക്ഷണിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഈ കുർബാനയെ മറ്റ് ആളുകൾ പറയണത് ഇത് സ്വർഗം ഭൂമിയിൽ ഇറങ്ങുന്ന കുർബാനയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനെ ഇതേമാതിരിയാണ് ആൾക്കാർ. അപ്പോൾ അവനിത് കൊല്ലം അറിയാമോ? അവൻ ഫാസ്റ്റായിട്ട് മാലപ്പടക്കത്തിന് തീ കൊടുത്ത മാതിരി എല്ലാം പ്രാർത്ഥന അടിച്ച് പിരിച്ചു പോകുന്നു. എന്തറിഞ്ഞിട്ടാണ്? സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചിട്ടാണ്. അവനറിഞ്ഞൂടാ, കേൾക്കണം, നമുക്കറിയോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വ്യാപ്തിയുള്ള, ഇത്രയും രഹസ്യങ്ങൾ നിറഞ്ഞ ഈ വിശ്വാസത്തെ പഠിക്കാൻ വേണ്ടി നമ്മളാരും സമയം കൊടുക്കുന്നില്ല? ഇതിന് പറഞ്ഞുതരാൻ ആളില്ല. ഒരു വിധത്തിൽ നമ്മളെ സംബന്ധിച്ചൊക്കെ ഭാഗ്യമാണ്. ഞാൻ പറയും, ഇപ്പോൾ ഈ കൊച്ചുകുട്ടികളത് നീ എത്ര വയസ്സായി? നീ ഒന്ന് എനിക്ക് മോനെ, എത്ര വയസ്സായി നിനക്ക്? 15. 16 വയസ്സിൽ 12, 11 വയസ്സിൽ ഞാൻ ശരിക്കും അവൻ നോക്കണ്ട, അവനൊന്നും ഉറക്കൊന്നും തൂങ്ങണില്ല. അവൻ ഈ വലിയ ആളുകളുടെ കൂടെ ഇരുന്ന് തോമസ് പോൾ ബദറിൻ്റെ വളർച്ചാ ധ്യാനം കൂടെന്ന് പറഞ്ഞാൽ എനിക്ക് അസൂയ തോന്നുകയാണ്. നമ്മൾക്കൊക്കെ ഈ ചാൻസ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഞാൻ തന്നെ ഒരു 40 വയസ്സായപ്പോഴാണ് ഇങ്ങനെയുള്ള ധ്യാനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുള്ളത്.
അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇതാണ് കാലഘട്ടത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അത് അവൻ്റെ അമ്മയും അവർ വെക്കേഷന് വന്ന സമയത്ത് ഇവിടെയൊക്കെ അടിച്ചു പൊളിച്ച് ഓണത്തിന് നടക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. 7 ദിവസം വന്ന് ഈ കടിച്ചാൽ പൊട്ടാത്ത വചനം കേൾക്കാൻ വല്ലതും മനസ്സിലാവും. പക്ഷേ ഈ പിള്ളേർ കേൾക്കണുണ്ട്. ഞാൻ ഇന്നലെ അവനോട് ചോദിച്ചു എനിക്ക് എന്ത് മനസ്സിലായി എന്നൊക്കെ ചോദിച്ചു. കുറച്ചൊക്കെ പറയണ്ട്. എനിവേ, അപ്പോൾ ഇതൊരു പുതിയ ട്രെൻഡായിട്ട് വരുന്നത്. എന്തിനു പറയുന്നു? ഞാൻ ഈ ലോഗോസിൻ്റെ ഇത് പറഞ്ഞില്ലേ, ലോഗോസ് കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ ലോഗോസിൻ്റെ ഫൈനൽ ഇതിൽ POC നടക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ POCയുടെ നേരെ ഓപ്പോസിറ്റിലാണ് താമസിക്കുന്നത്. അവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും എന്നെ ക്ഷണിക്കും. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ ഫൈനൽ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ 6 ഗ്രൂപ്പിലുള്ള 6 ഏജ് ഗ്രൂപ്പ്, എന്താ 10 മുതൽ 20 വരെ, 20 മുതൽ 30 വരെ, 30 മുതൽ 40 വരെ, 40 മുതൽ 50, 50 മുതൽ 60, അങ്ങനെ 5 ഏജ് ഗ്രൂപ്പിലുള്ളവർ ജയിച്ചവരുടെ, എന്നിട്ട് അവർക്കൊരു റൗണ്ട്. എന്തിനു പറയുന്നു? ഈ 15 വയസ്സായ ഒരു പെൺകുട്ടി അവള് 50ഉം 60ഉം വയസ്സായവരെക്കാളൊക്കെ നല്ല ഉത്തരം പറയണം. അപ്പോൾ ദർ ഈസ് മൂമെൻറ്റ്, ഭയങ്കര ഒരു മൂമെൻറ്റ് വരുന്നുണ്ട്. എനിവേ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, എൻ്റെ വിനീതമായ ആഗ്രഹവും അഭ്യർത്ഥനവും എൻ്റെ പ്രാർത്ഥന മുഴുവനും വിശ്വാസം വളരാൻ വേണ്ടി നമ്മൾ ചെയ്യണം എന്തെങ്കിലും അതിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അത് പ്രവൃത്തിയാണ്. എന്ത് പ്രവൃത്തി? തന്നെ അയച്ചവനിൽ വിശ്വസിക്കുക എന്നതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. വലിയ കാര്യമാണ് ഈശോ ഇത് പറഞ്ഞത്. അപ്പോൾ ആ വിശ്വാസത്തിൽ വരുമ്പോൾ ഒരു വ്യക്തി കേട്ടോ, ഇവളോട് പറഞ്ഞെന്താ? സമരിയക്കാരോട് ഈശോ പറഞ്ഞെന്താ? സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക. അപ്പോൾ ദൈവം അയച്ചവനെ വിശ്വസിക്കുക. വേറെ ഒന്നുമല്ല പ്രധാന കാര്യം. ദിസ് ഈസ് ദ സെൻട്രൽ പോയിന്റ്. അതാണ് ക്രിസ്റ്റോ സെൻട്രിക്. ഇത് പോപ്പ് ഫ്രാൻസിസും പോപ്പ് ജോൺ പോൾ II പോപ്പ് ബെനഡിക്റ്റും ഇവരെല്ലാവരുടെയും, പോപ്പ് ബെനഡിക്റ്റ് എപ്പോഴും പറയുന്ന കാര്യം ഇതാണ്. അതുകൊണ്ടാണ് പോപ്പ് ബെനഡിക്റ്റ് എഴുതിയ പുസ്തകങ്ങൾ എന്താ, അവസാനം എഴുതിയ പുസ്തകങ്ങൾ എന്താ? ജീസസ് ഓഫ് നാസറത്ത് വോളിയം 1, ജീസസ് ഓഫ് നാസറത്ത് വോളിയം 2, ജീസസ് ഓഫ് നാസറത്ത് വോളിയം 3. പോപ്പ് ബെനഡിക്റ്റ് പറയുന്നത് ഇതായിരുന്നു: നമ്മൾ ഇനിയും ജീസസ് സെൻറ്റേഡ് അല്ല, നമ്മൾ ഇനിയും യേശുവിനെ ശരിക്കും മനസ്സിലാക്കുന്നില്ല, യേശുവിനെ ശരിക്കും അറിയുന്നില്ല, യേശുവിനെ ശരിക്കും അനുഭവിക്കുന്നില്ല. അപ്പോൾ ക്രിസ്റ്റോ സെൻട്രിക്, അതാണ് ഇവിടെ പറയുന്നത് മുഴുവനും. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാവും, ലോകം മുഴുവനും ജീവൻ നൽകുന്ന അപ്പം. അപ്പോൾ ഇവിടെ 2 കോൺസെപ്റ്റാണ് ഇവിടെ. ഒന്ന്, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ഇതാർക്ക് ഭക്ഷിക്കാൻ പറ്റും? വിശ്വാസിയായിട്ടുള്ളവർക്ക് ഭക്ഷിക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? അപ്പോൾ വിശ്വാസത്തിലല്ലാത്തവരുടെ അവസ്ഥയോ? അവരെന്ത് ചെയ്യും? നമ്മൾ ഇന്നലെ കേട്ടു, നമ്മൾ രാവിലെ തന്നെ ഇന്ന് കിട്ടിയതാണ്. രാവിലെ തന്നെ കിട്ടിയ വചനം എന്തായിരുന്നു? പത്രോസിന് സ്വർഗത്തിൽ നിന്ന് ഒരു ദർശനം ഉണ്ടായത് എന്താണ്? ആ മൃഗങ്ങളെല്ലാം, അതിനകത്തെല്ലാം പറഞ്ഞത് എന്താ? ദൈവം ശുദ്ധീകരിച്ചതിനെ ആര്? അപ്പോസ്തല പ്രവർത്തനം 17 ദൈവം വിശുദ്ധീകരിച്ചവ മലിനമെന്ന് നീ കണക്കാക്കരുത്. ആരെയാ ഇവിടെ ദൈവം വിശുദ്ധീകരിച്ചത്? ലോകം മുഴുവനെയും സകല ജാതി മതസ്ഥരെയും ദൈവം ശുദ്ധീകരിച്ചു. ഇപ്പോൾ ഈശോ ചെന്നത് ഈ സമരിയാക്കാരി ക്രിസ്ത്യാനി ആയിരുന്നോ? ഈ കുളത്തുങ്കരയിൽ കിടന്ന ആൾ ക്രിസ്ത്യാനി ആയിരുന്നോ? ഈ നിക്കോദേമോസ് ക്രിസ്ത്യാനി ആയിരുന്നോ?
ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ഒറ്റ ആളും ക്രിസ്ത്യാനിയല്ല എന്ന് പറഞ്ഞാൽ, ഈ ബൈബിൾ ഈശോൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ ഒറ്റ ആളും ക്രിസ്ത്യാനിയല്ല. ഒറ്റ ആളും ക്രിസ്ത്യാനിയല്ല. ഈശോ പറഞ്ഞത് ക്രിസ്ത്യാനികളോടേ അല്ല, എല്ലാവരോടും. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ചിന്തിക്കേണ്ടത്. 3:6-51 രണ്ടാം ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. അപ്പോൾ ഈ ജീവനുള്ള എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഈ സുവിശേഷത്തിൽ ജീവൻ എന്ന് പറഞ്ഞാൽ നിത്യജീവനാണ്, നിത്യതയാണ്. അവിടെ നിത്യജീവനാണത്. ആ ജീവനുള്ള അപ്പം ഞാനാണ്. ഞാൻ ഐ ആം. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ ഇരുപ്പതായി, അവൻ എന്നേക്കും ജീവിക്കും. ഇത് വിശ്വസിക്കുന്നുവോ? അപ്പോൾ ഇത് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൗതാശികമായിട്ട് ഭക്ഷിക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് എഴുതിയേക്കണം എന്താ? അപ്പോൾ ഇതതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഈ അപ്പം എന്ത് ചെയ്യും? ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്ക് ജീവിക്കും. അപ്പോൾ ഇത് ഭക്ഷിച്ച് കഴിഞ്ഞവൻ്റെ അവസ്ഥ എന്താ? അത് അവന് വേണ്ടി മാത്രമല്ല, അവൻ ഇനി ലോകത്തിൻ്റെ പ്രകാശമാവും, ഭൂമിയുടെ ഉപ്പാകും. അവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവൊഴുകും. അടുത്ത സ്റ്റെപ്പ്, ഈ അവൻ്റെ ഉള്ളിൽ നിന്നും ഇത് ലോകത്തിലേക്ക് പ്രസരിക്കും. അങ്ങനെയാണ് അടുത്ത എഴുതിയിരിക്കുന്നത്. എന്താ? ലോകത്തിൻ്റെ ജീവന് വേണ്ടി. കണ്ടോ, ലോകത്തിൻ്റെ ജീവൻ. ലോകം ഇപ്പോൾ വിശ്വസിക്കുന്നവരല്ല, അവർ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. ആ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. എൻ്റെ ശരീരമാണെന്ന് പറയുമ്പോൾ ശരീരം ജീവനുള്ളതല്ലേ? ജീവനില്ലെങ്കിൽ ശരീരം എന്ന് പറയൂലല്ലോ. ചിലപ്പോൾ ആളുകളിങ്ങനെ ചോദിക്കും, ബ്രദറെ അതെന്താ ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന എല്ലായിടത്തും, ഇപ്പോൾ ഇവിടെയൊക്കെ വിശുദ്ധ കുർബാന സ്വീകരണത്തിൽ ഈശോയുടെ ശരീരവും രക്തവും തരികയാണ്. പക്ഷേ ഇതിപ്പോൾ ഇവിടെ ഇത്തിരി ആൾക്കാരുള്ളതിൻ്റെ പേരിലൊക്കെ സാധിക്കും, ചിലയിടത്ത് സാധിക്കില്ല. അപ്പോൾ ഈശോയുടെ ശരീരം മാത്രമാണ്. അപ്പോൾ ചോദിച്ചു, അതെന്താ അപ്പോൾ രക്തം തന്നില്ലേ, എങ്ങനെ ശരിയാവിടെ? ഇതൊക്കെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം എന്ന് പറഞ്ഞാൽ രക്തം ഉണ്ട് അതിനകത്ത്. അപ്പോൾ ശരീരം എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ജീസസ്, ആ വ്യക്തിയാണ്, ആ വ്യക്തി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സാരാംശത്തിൽ എന്താണ് ഇവിടെ പറയുന്നത്? ഈ വീണ്ടും ജനിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒന്ന്, യേശുവിൽ വിശ്വസിക്കുകയും, രണ്ട്, കൗതാശികമായി യേശുവിൻ്റെ ശരീരരക്തങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ യേശുവിൻ്റെ ശരീരരക്തങ്ങൾ നമ്മളെ രൂപാന്തരപ്പെടുത്തി എന്ത് സംഭവിക്കുന്നു? നമ്മൾ വെള്ളം വീഞ്ഞായി, നമ്മളിൽ വെള്ളം വീഞ്ഞായി. ഞാനിത് പറയുന്നത്, എനിക്ക് കുർബാന എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, എനിക്കത് ഭയങ്കര ഒരു അനുഭവമാണ്. ഞാൻ ഈ പോയിന്റിലാണ് കുർബാന അർപ്പിക്കുന്നത് മുഴുവനും. അതെനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ പറയുന്നു ലോകം മുഴുവനും വെള്ളം വീഞ്ഞാകണമായിരിക്കും. എൻ്റെ അകത്തുനിന്നൊരു വലിയ ഇടുക്കി ഡാം തുറന്നിട്ടേക്കണമായിരുന്നു എനിക്ക് തോന്നുന്നു. ഒരു ഭയങ്കര ഒഴുക്കങ്ങ് സംഭവിക്കണമായിരിക്കാം. ലോകം മുഴുവനിലേക്ക് ഒഴുകുകയാണ്. അങ്ങനെ നമ്മൾ ഓരോരുത്തരിലൂടെ ഒഴുകണം. അങ്ങനെ സഭയിലുള്ള 5 ലക്ഷം ബലിവേദിയിൽ നിന്നും 5 ലക്ഷം വൈദികരിൽ നിന്നും കോടാനുകോടി വിശ്വാസികളിൽ നിന്നും ഈ ശരിക്കുള്ള വിശ്വാസത്തിൽ ഇത് ഒഴുകുമ്പോൾ എത്ര പെട്ടെന്ന് ഈ ലോകം പുതിയതാവും. ആകോ ഇല്ലയോ? അതാണ് എനിക്ക് ഈ എക്സ്പീരിയൻസ് ഞാൻ പറയുമ്പോൾ എപ്പോഴും ഓർക്കണത്. വീണ്ടും ലിസ്യുവിൽ കൊച്ചു ത്രേസ്യയുടെ ബസിലിക്കയിൽ വെച്ച് ഞാൻ അവിടെ താമസിക്കുന്ന കാലത്ത് ആരാധന നടത്താൻ വേണ്ടി നമ്മുടെ ടീമൊക്കെ ആയിട്ട് അവിടെ കുറേ നാൾ പോയിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ബസിലിക്കയിൽ ഞാൻ ഏതാണ്ട് ആ ലാസ്റ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ കുർബാന അർപ്പിച്ചിരുന്ന അച്ഛൻ എന്നെ രജിസ്റ്റർ ചെയ്തു. ഒന്നാമത്തെ നമ്മൾ ഇന്ത്യക്കാരനായതുകൊണ്ട് നമ്മളെ കണ്ടാൽ മനസ്സിലാവുമല്ലോ. അന്ന് മിഷൻ സൺഡേ ആയിരുന്നു. മിഷൻ സൺഡേ, ഞാനത് മറന്നുപോയി. മിഷൻ സൺഡേ ആയിരുന്നു. മിഷൻ സൺഡേയുടെ അന്ന് കൊച്ചു ത്രേസ്യയുടെ ലിസിയിലുള്ള ബസിലിക്കയിൽ ഞായറാഴ്ചയായിരുന്നു കുർബാന അർപ്പിക്കണം.
ഈ അച്ഛൻ ഇവിടുന്ന് വിളിച്ചു പറയാണ്, ഇന്ന് മിഷൻ സൺഡേ ആണ്, ഇന്ന് കൊച്ചു തെരേസയുടെ ഭയങ്കര ഇഷ്ടമുള്ള ദിവസമാണ് ഇല്ലേ? കാരണം കൊച്ചു തെരേസയാണല്ലോ മിഷൻ്റെ മധ്യസ്ഥ. നമുക്കിവിടെ ഇന്ന് ഇന്ത്യയിൽ നിന്നുള്ളൊരു മിഷനറി വന്നിട്ടുണ്ട്. ദേ അവിടെ ഇരിക്കണു. എനിക്കുണ്ടായ സന്തോഷം. ഇതൊക്കെ കൊച്ചു തെരേസയുടെ പണിയാട്ടോ, ഇതൊക്കെ കൊച്ചു തെരേസയുടെ പണിയാ. എന്നിട്ട് എന്നെ എണിപ്പിച്ച് നിർത്തി അങ്ങ് ഓണർ ചെയ്തു. ഞാൻ അന്നത്തെ കുർബാനയിൽ ഞാൻ ആ മിഷൻ സൺഡേ എന്നുള്ളതിൻ്റെ പേരിൽ ലോക മിഷന് വേണ്ടി മുഴുവനും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ എപ്പിക്ലേസിസിൻ്റെ നേരത്തെ എല്ലാം ഞാനങ്ങോട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ പൊട്ടി അങ്ങ് ഒഴുകുകയാണ് ലോകം മുഴുവനിലേക്ക്. നമ്മൾ അതിൽ കുറഞ്ഞ ഒന്നും ചോദിക്കണ്ട കുർബാനയിൽ. നമ്മളുടെ ഈ കുർബാന, അതാണ് നമ്മളതൊക്കെ പ്രാർത്ഥനയുണ്ട്. കർത്താവേ അങ്ങ് അർപ്പിച്ച് നമ്മൾ സമർപ്പിക്കുന്ന ഈ കുർബാന ലോകം മുഴുവന് വേണ്ടി സമർപ്പിക്കുന്നത്, ലോകം മുഴുവനിലേക്കുള്ള ഒഴുക്കാണ്. പക്ഷേ ഇത് ഒരാൾ വിശ്വസിച്ചാൽ മതി. നമ്മൾ വിശ്വസിക്കുമ്പോൾ ഇതാ വിശ്വസിക്കേണ്ടത്. അത് അവിടെ എഴുതിയിരിക്കുന്നത്, ലോകത്തിൻ്റെ ജീവന് വേണ്ടി നൽകുന്ന എൻ്റെ ജീവനാണത്. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഇത് വരുന്നാൽ നമ്മുടെ വിശ്വാസത്തിലൂടെ ഇത് ആരിലേക്ക് ഒഴുകണം? ലോകം മുഴുവനിലേക്ക്. അങ്ങനെ ലോകം മുഴുവനും ഒരു രൂപാന്തരീകരണത്തിലൂടെ കടന്നു പോകും. ലോകം മുഴുവൻ രൂപാന്തരീകരിക്കും, ലോകം മുഴുവനും. അപ്പം ഇതും അപ്പോൾ വെള്ളം വീഞ്ഞാവൽ തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. അതിൻ്റെ യഥാർത്ഥമായ കോർ മെസ്സേജാണ്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് കൂദാശയിലൂടെയാണ്. അതാണ് എമ്മാവൂസിലേക്ക് ഈശോ പോകുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ കൂടെ നടന്നിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? മനസ്സിലാക്കിക്കാഞ്ഞിട്ടാണ്. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. എന്തുകൊണ്ട് അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടു? ഇത് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അങ്ങനെ കണ്ട് മനസ്സിലാക്കുന്നതിലല്ല മനസ്സിലാകൽ. പിന്നെ എങ്ങനെ മനസ്സിലാക്കണം? അവർ ഒപ്പം ഭക്ഷണത്തിനിരുന്നു. അവൻ അപ്പമെടുത്തു, വാഴ്ത്തി, വിഭജിച്ചു, അവർക്ക് നൽകി. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. എന്ത് സംഭവിച്ചു? അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. പിന്നെ അവന് നോക്കിയിട്ട് കാണാനില്ല. അപ്പമെടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തു. അവർ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആളവിടെ ഇല്ല. ചേട്ടാ, ഇതെന്ത് മാജിക്കാണ്! 12 കിലോമീറ്റർ അവരുടെ കൂടെ നടന്നു വന്ന് അവരുടെ മുമ്പിലിരുന്ന് അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് അവർക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവർ കാണാൻ. അപ്പോൾ എന്ത് സംഭവിച്ചു? എവിടെ പോയി ഈശോ? എവിടെ പോയി? ഈശോ അപ്പമായി. ആരപ്പമായി? ഈ ഉയർത്തെഴുന്നേറ്റ ഈശോ. ഈ ആ ഉയർപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയാൻ ക്ഷമിക്കണം എന്നോട്. അതായത് 3 ദിവസം മുമ്പ് രക്തം മുഴുവനും വാർന്ന് അവസാനത്തുള്ളി വരെ പോയി. ശരീരം ബ്രൂയിസ്ഡായിട്ട് പകുതി കൂടുതൽ ഇറച്ചിപ്പോയി. അവനെ കണ്ടവർ അമ്പരന്ന് പോയി. അവനൊരു മനുഷ്യനെ രൂപം പോലെ ആയിരുന്നില്ല. ആ 3 ദിവസത്തിനകത്ത് ആ ശരീരം പുതിയ ശരീരമാകുകയും അതിൽ പുതിയ രക്തമാവുകയും ചെയ്തു. ആ പുതിയ രക്തവും ശരീരവും. ആ ഈശോ അവരോടൊപ്പം നടന്ന് വന്ന ഈശോ അപ്പമായി മാറിയിരുന്നു. അതാണ് ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത. ലാസർ ഉയർത്തു, ജെറുസലേം മോൾ ഉയർത്തു. ആ ഉയർപ്പും ഈ ഉയർപ്പുമായിട്ട് വ്യത്യാസമുണ്ട്. അവരുടെ എർത്തിലി ലൈഫിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ജീവിച്ചു, അവർ വീണ്ടും മരിച്ചു. എന്നാൽ യേശുവിൻ്റെ ഉയർപ്പ് ആ ഉയർപ്പ് മാതിരി അല്ല. യേശുവിൻ്റെ ഉയർപ്പിൽ ഉയർത്തു കഴിഞ്ഞ യേശുവിന് എങ്ങനെ വേണമെങ്കിലും ഈ ശരീരത്തെ മാറ്റാം. അപ്പമായി മാറി,
ഇനി എവിടെ വേണമെങ്കിലും യേശുവിന് എന്ത് വേണമെങ്കിലും ആകാം. അവർ മുറി അടഞ്ഞു കിടന്ന മുറിയിലൂടെ അകത്ത് കയറാം. പിന്നെ യേശു ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഈ അപ്പം നമ്മുടെ ശരീരത്തെ പുതിയ സൃഷ്ടിയാക്കുന്നു എന്നതിൻ്റെ ഒരു പോയിൻ്റാണ്. അപ്പോൾ ഈ എമ്മാവൂസിലെ ആ 2 പേര്, അവരാരായിരുന്നു ഈ 2 പേര്? നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് 2 ശിഷ്യന്മാരെന്നാണ്. കുറേയും കൂടി വിശദമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരാളുടെ പേര് ക്ലെയോഫാസ് എന്നായിരുന്നു. രണ്ടാമത്തെ ആളുടെ പേരോ അവിടെ എഴുതിയിട്ടില്ല. എന്തുകൊണ്ട് എഴുതിയിട്ടില്ല? അപ്പം അവിടെ മറ്റൊരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കുരിശിൻ്റെ ഗാഗുൽത്തായിൽ കുരിശിൻ്റെ ചുവട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അവിടെ ക്ലിയോഫാസും അവൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ജെറുസലേമിൽ നിന്ന് അവർ എമ്മാവൂസിലേക്ക് പോകുമ്പോൾ, ക്ലെയോഫാസ് പോകുമ്പോൾ ന്യായമായിട്ടും ആരായിരിക്കാം ക്ലെയോഫാസിൻ്റെ കൂടെ ഉണ്ടാവുക? ക്ലെയോഫാസിൻ്റെ ഭാര്യ. അപ്പം അതുകൊണ്ട് പേരെഴുതിയിട്ടില്ല. ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും പോകുമ്പോൾ എൻ്റെ പേരെഴുതിയാൽ പോരെ. അപ്പോൾ വാസ്തവത്തിൽ ഒരു കുടുംബമാണ് അവിടെ പോയത്. ക്ലെയോപ്പാസും ഭാര്യയുമാണ് പോയത്. അവരുടെ വീട്ടിലാണ് ഈശോ ചെന്നത്. അവർ ആകെ മനസ്സിടിഞ്ഞ്, ഈ യേശു വലിയ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ യേശുവിനെ അവർ കൊന്നു കുഴിച്ചിട്ടു. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് എന്ത് കാര്യം? അത്രയ്ക്ക് മനസ്സിടിഞ്ഞ മ്ലാനവതരായ അവരിൽ എന്ത് സംഭവിച്ചു? അവർ വെള്ളം വീഞ്ഞായോ? അവരിൽ വെള്ളം വീഞ്ഞായോ? വെള്ളം വീഞ്ഞായി. അവർ ഈ അപ്പം ഭക്ഷിച്ച് കഴിഞ്ഞ ഉടനെ അവരുടെ സകല തളർച്ചയും മാറിയെന്ന് മാത്രമല്ല, അവരുടെ കണ്ണ് തുറന്നു. അവർ പറയാണ്, നമുക്ക് എന്നേക്കുമായിട്ട് ജെറൂസലേം വിട്ടു പോയ ആൾക്കാരാണ്. സെമിനാരി വിട്ടു എന്നോ